രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് നമ്മൾ ഓരോരുത്തരെയും എത്ര രൂക്ഷമായി ബാധിക്കുന്നു എന്ന് കൂടുതൽ ബോധ്യപ്പെടുന്നവരാണ് മലയാളികൾ. മെയ് മാസത്തിൽ മാത്രം പെട്രോളിൻ്റെ വില 8 രൂപയ്ക്ക് അധികം വർദ്ധിക്കുമ്പോൾ ഡീസലിൻ്റെ വിലയും ഏതാണ്ട് 7 രൂപ 93 പൈസ 7 രൂപ 93 പൈസയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഘട്ടങ്ങളായി വർദ്ധിച്ചത്. ഈ വർധനവ് 10 രൂപ മുതൽ 15 രൂപ വരെ എത്താം എന്നുകൂടി ചില വാർത്തകൾ പറയുകയും ചെയ്യുന്നു. നോക്കൂ, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മോദി സർക്കാരും അതിനു മുമ്പുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ സാഹചര്യം നമ്മളെ വളരെയധികം സഹായിക്കും. 2014 ലോകത്തെ ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് $106.9 ആയിരിക്കെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പെട്രോളിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന വില 72 രൂപയായിരുന്നു. 2026 എത്തുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ 2014 72 രൂപ കൊടുത്ത് പെട്രോൾ വാങ്ങിയ കാലത്തെ ഓർമ്മിപ്പിക്കും വിധമല്ല, മറിച്ച് നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 2014 കുറവുള്ളപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമ്മൾ കൊടുത്തതിനേക്കാൾ 1 ലിറ്റർ പെട്രോളിന് കുറഞ്ഞത് 32 രൂപ അധികം കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. നോക്കൂ, രാജ്യത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ തകർക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നതാണ് ഭരണാധിപന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. റഷ്യ ഉക്രൈൻ പ്രശ്നം രൂക്ഷമാകുകയും യുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്ത 2022 മാർച്ച് മാസത്തിൽ തന്നെ ഈ യുദ്ധത്തെ ഉപയോഗപ്പെടുത്തി വില കുറച്ച ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ചില ധാരണകൾ ഇന്ത്യ സർക്കാർ റഷ്യയുമായി ഉണ്ടാക്കിയപ്പോൾ ചൈനയെ ഓർമ്മിപ്പിക്കും വിധം അതിൻ്റെ ഗുണം നമ്മൾക്ക് ലഭിക്കുമെന്നാണ് ഇന്ത്യക്കാർ കരുതിയത്. എന്നാൽ തെറ്റിപ്പോയി. സർക്കാർ തന്നെ പറയുന്നു, ഇന്ത്യയിലേക്ക് നേരത്തെ ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ 1% മാത്രമായിരുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നതെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ഏതാണ്ട് 32% ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ചില പാതകൾ, സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി. അതിൻ്റെ ഗുണം ആർക്കൊക്കെ ലഭിച്ചുവെന്ന് സർക്കാരിൻ്റെ തന്നെ രേഖകൾ പറയുന്നത് ഇങ്ങനെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് 20% അതിൻ്റെ പ്രയോജനം ലഭിച്ചു. സംസ്ഥാന സർക്കാരുകൾക്ക് 15% ലഭിച്ചപ്പോൾ ഓയിൽ കമ്പനികൾക്കാണ് 65% ഗുണവും ലഭിച്ചത്. സാധാരണ ജനങ്ങൾക്ക്, ഇന്ത്യക്കാർക്ക് ലഭിച്ചത് 0%. ഇത് ശരിവെക്കുന്നതാണ് പുതിയ സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും. 2023-2024 നമുക്കറിയാവുന്ന പോലെ രാജ്യത്തെ 3 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം തുടങ്ങിയ 3 സ്ഥാപനങ്ങൾക്ക് ക്രൂഡ് ഓയിൽ വില കുറച്ച് ലഭിച്ചതിൻ്റെ ഭാഗമായി 85,000 കോടി രൂപ അധികം സംഭരിക്കാൻ കഴിഞ്ഞു. ഇതിനപ്പുറത്താണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഒരു ദിവസം 5 ലക്ഷം ബാരൽ ഇറക്കുമതി ചെയ്യാൻ റിലയൻസിന് പ്രത്യേകമായ കേന്ദ്ര സർക്കാർ അനുവാദം നൽകിയതോടെ റിലയൻസിനും മറ്റൊരു റഷ്യൻ കമ്പനിയായ നയാരയ്ക്കും വലിയ തരത്തിൽ വില കുറച്ച ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് അത് പിന്നീട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ അവസരമൊരുക്കിയത്. നോക്കൂ, രാജ്യം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. രാജ്യത്തിൻ്റെ വിദേശ നാണയ ശേഖരത്തിൽ കുറവുണ്ടാകുന്നു. ക്രൂഡ് ഓയിൽ വേണ്ട വിധത്തിൽ സംഭരിക്കാൻ നമ്മുടെ ശേഷി നഷ്ടപ്പെട്ടു എന്ന് കണക്കുകൾ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നു. LPG പോലെയുള്ള പ്രകൃതിവാതക സംവിധാനത്തിൻ്റെ വില വർദ്ധിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഈ ഭാരമെല്ലാം ജനങ്ങളുടെ മുകളിൽ കെട്ടിവെക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം, അതിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്നതൊക്കെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷികളായി മലയാളികൾ ഇതാ മാറിക്കൊണ്ടിരിക്കുകയാണ്.